ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഈദ് വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് ഞാൻ കണ്ടോക്കുക. വീഡിയോയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണം പ്രസ് ചെയ്യാം. ഈദിൻ്റെ അന്ന് തലേദിവസം രാത്രി ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഡ്രസ്സൊന്ന് കാണിച്ചു തരലാണ്. നമ്മൾ ഈ പ്രാവശ്യമില്ലേ അബായാണ് കേട്ടോ ഇടാൻ വിചാരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദുബൈയിൽ വന്നപാടില്ലേ 3 അറബ്സ് ഇങ്ങനെ ഒരുപോലെ അബായ ഇട്ടിട്ട് പോകുന്നുണ്ടിട്ടുണ്ടായിനെ. അപ്പം അന്നേരം വിചാരിച്ചതാണ് എനിക്കും മക്കൾക്കും ഒരുപോലെ അബായ എടുക്കണമെന്ന്. ഈ ഒരു അബായ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഉണ്ട് സെയിം ഇതിൻ്റെ പിങ്കും ഗ്രീനെല്ലാം നാട്ടിലുണ്ട്, പഫ് സ്ലീവാണ് വരുന്നത്. പക്ഷെ അതിൻ്റെ ക്ലോത്ത് നല്ല വ്യത്യാസമുണ്ട്. അത് ഭയങ്കര ഒരു കട്ടിയുള്ള തുണിയാണ് വരുന്നത്. പക്ഷെ ഇതാണെങ്കിലേ നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് ക്ലോത്തും അതുപോലെ തന്നെ ലൂസ് സ്ലീവെല്ലായിട്ട് പുതിയൊരു മോഡലാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിക്ക്. അങ്ങനെ നമ്മൾ 3 കളർ അങ്ങനെ എടുത്തതാണ്. ആദ്യത്തേത് ബ്ലൂ മൻഹാൻ്റെതാണ്, ഇത് മൈസൻ്റെതും, പിന്നെ പിങ്ക് ഞാനും വന്നിട്ട് എടുത്തിട്ടുണ്ടായിന്. 3 കളറും നല്ല ഭംഗിയുണ്ട്, ഈ വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയുണ്ട് കാണാൻ വേണ്ടിക്ക്. പിന്നെ മുഹമ്മദിനും അങ്ങനെ മുഹമ്മദിൻ്റെ ഡ്രസ്സും ഞാൻ കാണിച്ചു തരാം. ഈ സെയിം ഇതുപോലത്തെ പഫ് സ്ലീവുള്ള പിങ്ക്, ഈ കളറല്ല എന്നാലും ചെറിയ കളർ വ്യത്യാസമുണ്ട്. നാട്ടിലെൻ്റെ കയ്യിലുണ്ട് ഇതിൻ്റെ ഒരു ഗ്രീനും ഉണ്ട്. പക്ഷേ ഈ ഒരു പിങ്ക് കണ്ടേരം എനിക്ക് പിങ്ക് ഭയങ്കര ഇഷ്ടമല്ലേ, അതുകൊണ്ട് പിങ്ക് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിങ്ക് എടുത്തതാണ്. പിങ്ക് ഇഷ്ടമാകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിങ്കാണ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും മാച്ചാകുന്ന കളറായിരിക്കില്ലേ നമുക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടാവുക. എനിക്ക് പിങ്ക് ഓഫ് വൈറ്റ് എല്ലാം ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് ഫീൽ ചെയ്യലുണ്ട്, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അതും. പിന്നെന്താ നമ്മളില്ലേ അന്നത്തെ ദിവസം മെഹന്തി ഒന്നും ഇപ്രാവശ്യം ഇടാൻ വലിയ താല്പര്യം എനിക്ക് ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടുമില്ല കേട്ടോ. ചിലപ്പോൾ എനിക്ക് മെഹന്തിയിൽ ഇടാൻ തോന്നുവേ. ഇപ്രാവശ്യം എന്തോ എനിക്ക് മെഹന്തി ഇടാൻ വലിയ താല്പര്യമില്ല, ഒരു മടുപ്പ് പോലെ ഫീൽ ചെയ്തുകൊണ്ട് പിന്നെ ഇട്ടിട്ടില്ല അങ്ങനെ. പിന്നെന്താ ഞാനില്ലേ ഇത് രാവിലെയാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം നമ്മൾ ഉറങ്ങിയിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പം തന്നെ 1:30-2 മണിയായിട്ടുണ്ട്. പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ നമസ്കരിക്കലും കാര്യങ്ങളൊന്നും നടക്കില്ല എന്നെല്ലാം വിചാരിച്ചിട്ട് രാവിലെ തന്നെ എന്താ പറയുക ഫുഡും കാര്യങ്ങളെല്ലാം റെഡിയാക്കണ്ടേ, അങ്ങനെ റെഡിയാക്കി എടുക്കലാണ്. എനിക്കാണെങ്കിലില്ലേ ഇതിൻ്റെ ടൈം പുറത്തുനിന്ന് ഫുഡ് ഉണ്ടാക്കൽ ഇഷ്ടമല്ല, വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കണം. എന്താണെന്ന് എനിക്കറിയില്ല, അത് ഒരു ഐശ്വര്യം പോലെ എനിക്ക് ഫീൽ ആകലേ അങ്ങനെ. അതുകൊണ്ട് ഞാനില്ലേ പുഡിങ് ഉണ്ടാക്കിയെടുക്കലാണ്. ഞാനില്ലേ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഫ്രഷ് ക്രീമും നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം എന്താ പറയുക എനിക്ക് എൻ്റെ ഒരു പുഡിംഗ് ബൗളിലേക്ക് ആവശ്യത്തിന് മാത്രം ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും എടുത്തിട്ടുണ്ട്. ഒരു 2 കപ്പോളം ഫ്രഷ് ക്രീം ഉണ്ടാവും, 1/2 കപ്പ് മിൽക്ക് മെയ്ഡും ഉണ്ടാവും കേട്ടോ. 2-3 കപ്പ് ഉണ്ടാവും. പിന്നെന്താ നമുക്കിതിൽ ബ്രെഡ് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് വെച്ചിട്ടോ ഈ ഒരു പുഡിങ് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പം ക്രോസോൺസ് വെച്ചിട്ടാണ് കേട്ടോ, ക്രോസോൺ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇത് ഹണി, ഉള്ളിൽ ഹണി വരുന്നതാണ്. ഏത് ഫ്ലേവർ ആയാലും കുഴപ്പമില്ല, ചോക്ലേറ്റ് ആണെങ്കിൽ വലിയ ടേസ്റ്റ് കുറയും കേട്ടോ. എനിക്കിതാ ഞാനില്ലേ പുഡിംഗ് ട്രേയിലേക്ക് ഈ ഒരു ക്രീം ഒഴിച്ച് കൊടുക്കലാണ്. ഞാനൊരു ഈദ് പുഡിംഗ് റെസിപ്പി ചെയ്തിട്ടില്ലേ, അതിലൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിന് ഈ ഒരു ഈദിന് അതാ ഉണ്ടാക്കിയ എന്താ പറയുക അതാണ് ഉണ്ടാക്കിയ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമായി എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നിങ്ങളെ കമൻറ്റ്സ് കാണുമ്പം ഒരുപാട് റെസിപ്പീസ് നമ്മൾ ചെയ്യുമ്പം നിങ്ങളത് വീട്ടിൽ ഉണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടമായി എന്നെല്ലാം പറഞ്ഞിട്ട് ചിലരെല്ലാം ഫോട്ടോ എല്ലാം അയച്ചു തരും കേട്ടോ. അതെല്ലാം കാണുമ്പം ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെയില്ലേ എന്താ പറയുക എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഈദ് മുബാറക് ഞാൻ ആദ്യം പറയേണ്ട കാര്യമായിരുന്നു, മറന്നുപോയതല്ല. ഈ വോയിസ് ഓവറും എന്താ പറയുക എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം കൊടുക്കുമ്പില്ലേ അങ്ങനെ സ്പീഡിൽ അങ്ങനെ കൊടുത്തു പോകുന്നതല്ലേ, അങ്ങനെ വിട്ടുപോയതാണ്, സോറി. പിന്നെന്താ നിങ്ങൾ ഇതും കാര്യങ്ങളെല്ലാം എങ്ങനെ പോയി വിശേഷങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നില്ലേ ഞാൻ ആ ഒരു ക്രോസോണില്ലേ അത് കട്ടാക്കിയിട്ടും ആദ്യം മുഴുവനായിട്ടുള്ളത് വെച്ച് കൊടുത്തിട്ടുണ്ട് പാലിൽ, പിന്നെ കട്ടാക്കിയിട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ഞാനിങ്ങനെ കട്ടാക്കിയിട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതെൻ്റെ മനസ്സിൽ തോന്നിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയൊരു റെസിപ്പിയാണ്. പക്ഷേ ഉണ്ടാക്കി വന്നേരം മാഷാ അല്ലാ അടിപൊളി ടേസ്റ്റ് ഉണ്ട്, അതിന് എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. ഞാൻ അധികം ഓരോന്നും എനിക്ക് മനസ്സിൽ തോന്നുമ്പോൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്, പക്ഷെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ മാഷാ അല്ലാ അൽഹംദുലില്ലാ അടിപൊളിയായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ബദാമും അതുപോലെ തന്നെ ഈ ഒരു ക്രീം തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ ഒരു ക്രീമിൽ കിടന്നിട്ടില്ലേ എന്താ പറയുക ആ ഒരു ക്രോസോണ് എന്താ പറയുക അതിൻ്റെ ആ ഓരോ ലെയറിലും ആ ഒരു ക്രീമും മിൽക്ക് മെയ്ഡും കാര്യങ്ങളെല്ലാം ആയിട്ട് അടിപൊളി ടേസ്റ്റാണ് മാഷാ അല്ലാ. ഇനിയിപ്പോൾ
ഞാനതിൽ കുറച്ചധികം തന്നെ റോസ് പെറ്റൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇട്ട് കൊടുക്കുക. എല്ലാ ഷോപ്പിലും കിട്ടും കേട്ടോ. ഈ ഒരു കേക്കിൻ്റെ ഐറ്റംസ് എല്ലാം കൊടുക്കുന്ന ഷോപ്പ് ഉണ്ടാവില്ലേ, അവിടെയാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവുക. ഭയങ്കര ടേസ്റ്റിയാണ്. ഇതിട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലായിരിക്കും. ഒരു ക്രീമും ആ ഒരു റോസ് പെറ്റൽസിൻ്റെ സ്മെല്ലും കാര്യങ്ങളെല്ലാം ആയിട്ട് അടിപൊളിയാണ്. ഇനിയിപ്പോൾ തന്നെ ഞാൻ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലേ 5 മിനിറ്റ് പോലും വേണ്ട. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക. തീ പോലും കത്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചും കൂടി നോക്കലാന്ന് ഉണ്ടാക്കിയോടെ തന്നെ. കാര്യം ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്, എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യുക, എല്ലാവർക്കും കൊടുക്കുന്നതിന് മുന്നേ ഒന്ന് ജസ്റ്റ് അങ്ങനെ ടേസ്റ്റ് ചെയ്യലാണ് ഒരു മനസ്സമാധാനത്തിന് വേണ്ടിക്കും. മാഷാ അല്ലാ അടിപൊളി തന്നെയാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കലാണ്. ഇതിപ്പോൾ രാത്രിയാണ് കേട്ടോ, രാവിലെ ഒന്നും ആയിട്ടില്ല. ഇനിയിപ്പോൾ ശുഭ നമസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഫുഡും എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് എല്ലാവരും വന്ന് നമസ്കാരവും എല്ലാം കഴിഞ്ഞിട്ട് തന്നെ കിടന്നുറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളെല്ലാം ആയിരിക്കും. ഉറക്കിൻ്റെ ആ ഒരു ഉറക്കച്ചടവും എന്താ പറയുക, ചടവ് എന്നെല്ലാം പറയൂലേ, അതൊന്നും പോകുകയൊന്നും ചെയ്യില്ല. പിന്നെന്താ, ഞാനില്ലേ 2 ചിക്കന് വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ മട്ടന് അങ്ങനെ 2 കിലോന് മട്ടനും അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിന്. കാര്യം എല്ലാവരും ഉണ്ടാവും ഇപ്രാവശ്യം. ഇവിടുന്ന് തന്നെയാണ് നോമ്പ് തുറക്കുന്നത്. ഉമ്മയും ബ്രദറും എല്ലാം ഇവിടുന്ന് തന്നെയാണ് ഈദ് ആഘോഷിക്കാൻ വിചാരിക്കുന്നത്. അവരോടെല്ലാവരോടും ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിന്. ഉമ്മ എപ്പോഴും നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. നമ്മളിങ്ങനെ പുറത്തെല്ലാം പോകുമ്പോൾ ഉമ്മ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. ബ്രദറിൻ്റെ കൂടെ തന്നെയാണ്. പിന്നെ പുറത്ത് പോക്കോന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പം, ഓഫീസിൽ പോയിട്ട് വരുമ്പം നമ്മളങ്ങനെ പിക്ക് ചെയ്യും, കൊണ്ടാക്കും, അങ്ങനെയെല്ലാം തന്നെയാണ്. പിന്നെന്താ, പിന്നെ ഞാൻ മട്ടനും കാര്യങ്ങളും എല്ലാം അങ്ങനെ കഴുകാനിടലാണ്. കാര്യം ഞാൻ ഇത് ഡീറ്റെയിൽഡായിട്ട് പറയാൻ കാരണം ഇർഫാനാക്കും മക്കൾക്കും ഇത്രയും ഐറ്റംസ് വേണമെന്ന് ചോദിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാകുന്നതുകൊണ്ടാണ് കേട്ടോ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കുന്നത്. പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ആകുമ്പം വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കണം. അതെനിക്ക് ഒരു നല്ലൊരു ബിരിയാണിയും കാര്യങ്ങളും എല്ലാം നമ്മളെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കുമ്പം അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ ആയിരിക്കൂലേ. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ടേസ്റ്റ് വേറെ അല്ല, വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ. എല്ലാവർക്കും വീട്ടിൽ നിന്ന് ഉണ്ടാക്കൽ തന്നെയാണ് ഇഷ്ടം. അങ്ങനെ പിന്നെന്താ, ഞാൻ എല്ലാം വെള്ളത്തിൽ ഇട്ടിട്ട് അങ്ങനെ അതും കഴുകിയെടുക്കലാണ്. പിന്നെ എല്ലാ ഐറ്റംസും ഞാൻ അതിൻ്റെ ഇടയിൽ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നില്ല. ബിരിയാണിക്കുള്ള ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് കാര്യങ്ങൾ എല്ലാം അങ്ങനെ റെഡിയാക്കി എടുക്കലാണ്. പിന്നെ ഇവിടെ ഇല്ലേ, ഈ റൂമിൽ ഞാൻ വന്നേരം മിക്സി ഉണ്ടായിട്ടില്ല. ഞാനിത് വാങ്ങിയതാണ് ഇവിടുന്ന്. നല്ല ഓഫർ കണ്ടിട്ട് അങ്ങനെ വാങ്ങിയതാണ്. നല്ല മിക്സി. പക്ഷേ ഇത് ഏതാ കമ്പനിന്ന് ഞാൻ നോക്കിയിട്ടില്ല. ഇൻഷാ അല്ലാ പറഞ്ഞുതരാം. അടിപൊളിയാണ്. 60 ദിർഹംസ് കണ്ടിട്ട് 120 ദിർഹംസിൻ്റെ എങ്ങാനും വന്നേ. പക്ഷേ 60-ന് കണ്ടിട്ട് പിന്നെ എനിക്ക് നാട്ടിലാണെന്നുണ്ടെങ്കിൽ മിക്സിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഇവിടെ എന്തായാലും വേണം. അപ്പം അങ്ങനെ ഒന്ന് വാങ്ങിയതാണ്. പക്ഷേ അടിപൊളി മാഷാ അല്ലാ. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം നമ്മൾ ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചതഞ്ഞ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും അങ്ങനെ. നോമ്പെല്ലാം ആയതുകൊണ്ട് തന്നെ ജ്യൂസെല്ലാം അടിക്കാനും മിക്സിൻ്റെ ആവശ്യം ഉണ്ടായിന്. അതുകൊണ്ട് അങ്ങനെ ഒന്ന് വാങ്ങിയതാണ്. ഇനിയിപ്പോൾ ഇതാ ബിരിയാണിയിലേക്കുള്ള എന്താ പറയുക ഉള്ളി ഞാൻ കട്ട് ചെയ്തെടുക്കലാണ്. പിന്നെ മട്ടൻ ബിരിയാണി, എന്താ പറയുക ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി എല്ലാത്തിൻ്റെയും റെസിപ്പി ഞാൻ മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ടായിന്. എന്നാലും 2 കിലോ മട്ടൻ ബിരിയാണീൻ്റെ ഒന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് തോന്നും. ഞാനിപ്പോൾ ഒരു 10 ഉള്ളിയോളം എടുത്തിട്ടുണ്ടായിന്. 2 ബൾബ് വെളുത്തുള്ളി, പിന്നെന്താ ഒരു 5-6 ഇഞ്ച് വലിപ്പത്തിൽ 2 സൈസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 15-18 പച്ചമുളക് എടുത്തിട്ടുണ്ടാവും. എല്ലാം കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പാസ്തയാണ് ഉണ്ടാക്കുന്നത്. പള്ളിയിൽ നിന്ന് വന്നതിനപാട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പാസ്ത റെഡിയാക്കി എടുക്കലാണ്. അതിനു മുമ്പായിട്ടില്ലേ ബിരിയാണിയിലേക്കുള്ള ഉള്ളി ഞാൻ ഫ്രൈ ആക്കി എടുക്കലാണ്. പകുതി ഉള്ളി 5 ഉള്ളി ഫ്രൈ ആക്കി എടുക്കും, 5 ഉള്ളി എന്താ പറയുക ഫ്രൈ ആക്കാണ്ട് അങ്ങനെ ഉപയോഗിക്കലാണ്. അങ്ങനെ എന്താ പറയുക കുക്ക് ചെയ്യലാണ്. അപ്പോൾ ഇതാ പകുതി ഉള്ളി ഞാൻ അങ്ങനെ ഫ്രൈ ആക്കാനിട്ട് കൊടുക്കലാണ്. പിന്നെന്താ 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2-3 ടേബിൾ സ്പൂണ് ഏതെങ്കിലും ഓയിൽ, വെളിച്ചെണ്ണയാലും കുഴപ്പമില്ല. എന്നിട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കലാണ് കേട്ടോ. ഉള്ളി കുറച്ചായിട്ട് ഇട്ടിട്ട് പിന്നെന്താ ഞാനില്ലേ ചൂടുവെള്ളത്തിൽ കുറച്ച് ഓയിലും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പാസ്തയും കൂടി ഇട്ട് കൊടുക്കലാണ്. ഈ ഒരു പാത്രം എവിടുന്നാന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഞാനിവിടെ വന്നിട്ട് ട്രെൻഡിയോളിൽ നിന്ന് വാങ്ങിയതാണ്. നാട്ടിൽ ഇതുപോലത്തെ പാത്രം എൻ്റെ കയ്യിലില്ലേ. പക്ഷെ ഇതിൻ്റെ കുറച്ചും കൂടി വലിയ സൈസ് കണ്ടേരം ട്രെൻഡിയോളിൽ കണ്ടേരം അത് ഞാൻ ഓർഡർ ചെയ്തിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ.
അടിപൊളിയാണ്. ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനില്ലേ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ 4 വർഷമായി ഈ പാത്രം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ വീണ്ടും ഇതന്നെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. ഒരാൾ ഒരു പാത്രം വാങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും അതേ പാത്രം തന്നെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അത്രയും ഇഷ്ടമായിട്ടായിരിക്കില്ലേ വാങ്ങുന്നത്. എനിക്ക് അത്രയും ഇഷ്ടമായിട്ട് ഞാൻ വീണ്ടും വാങ്ങിയ പാത്രമാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ട്രെൻഡ്യോളിന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലേ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. പിന്നെ ഇർഫാന എന്ന് പറഞ്ഞ ഓഫർ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ് ടു 50% ഡിസ്കൗണ്ടും കൂടി കിട്ടും കേട്ടോ. ട്രെൻഡ്യോളിന്ന് നിങ്ങൾ എന്ത് പർച്ചേസ് ചെയ്യാമെന്നുണ്ടെങ്കിലും ഇർഫാന എന്ന് പറഞ്ഞ ഓഫർ കോഡ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇല്ലേ പിന്നെന്താ, ഞാൻ ലാസ്റ്റ് ഗിവ് വെച്ചതിൻ്റെ റിസൾട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ. സോറി, ഞാൻ സത്യം പറഞ്ഞാൽ വിട്ടുപോയതാണ്. ഇതെല്ലാം ആയിട്ട് പിന്നെ തിരക്കായി പോയില്ലേ. ഇൻഷാ അല്ലാ ഞാൻ നാളെ പറയാം കേട്ടോ. എന്താ പറയുക, ഇന്ന് ഞാൻ പറയാം ഇൻഷാ അല്ലാ. ഞാനിപ്പം വോയിസ് ഓവർ കൊടുക്കുന്ന രാത്രിയാണ്, അതുകൊണ്ടാണ് നാളെ പറയാമെന്ന് പറയുന്നത്. ഇപ്പം ഏകദേശം സുബഹി ബാങ്ക് കൊടുക്കാനായി. സുബഹി നമസ്കാരം എല്ലാം കേട്ടങ്ങനെ കിടക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെന്താ, ഞാനില്ലേ ഉള്ളി ഫ്രൈ ആക്കി എടുത്തു, പകുതി ഉള്ളി. എന്നിട്ട് അതിലേക്ക് ഞാൻ ഫ്രൈ ആക്കാത്ത ബാക്കി പകുതി ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി 2 എന്നിട്ട് ഇട്ട് കൊടുത്ത് 2 3 വലുതാണെന്നുണ്ടെങ്കിൽ. എന്നിട്ട് അതിലേക്ക് മട്ടൻ ഇട്ട് കൊടുത്ത്, പിന്നെന്താ ഗരം മസാല പൗഡർ മാത്രം ഒന്ന് യൂസ് ചെയ്യുന്നത്, വേറൊരു സ്പൈസസും ആഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇല്ലേ പിന്നെ തൈരും കൂടി ഒരു 2 3 ടേബിൾ സ്പൂൺ തൈരും കൂടി ഒഴിച്ച് കൊടുക്കുക. എല്ലാം മിക്സാക്കി എടുക്കാം. ഈ ഒരു കയ്യിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തവയാണെന്നുണ്ടെങ്കിൽ പിടിച്ചെടുത്ത് നിൽക്കുന്നില്ല. ഇവിടെ തന്നെ ഉണ്ടായതാണ്, പക്ഷേ ഒരു സുഖമില്ല കുക്ക് ചെയ്യാൻ വേണ്ടിക്ക്. അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഞാൻ അടച്ചു വെക്കലാണ്. പിന്നെ അത് വേവൂലെന്ന് തോന്നിയാൽ ഞാനത് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചില മട്ടനെല്ലാം പെട്ടെന്ന് വേവൂലേ, പക്ഷെ ചിലത് വേവ് കൂടുതലായിരിക്കും. അങ്ങനെ ഇനിയിപ്പോൾ ആ പാസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനിലേക്കില്ലേ ഞാൻ കുറച്ച് കുരുമുളകും ഗരം മസാല പൗഡറും ഉപ്പും കൂടി ചേർത്തിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഫ്രൈ ആയിട്ട് വന്നേരം അതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുക. എന്നിട്ട് 2 ഉള്ളി വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് എല്ലാ കളർ ക്യാപ്സിക്കും, എല്ലാ കളറും വേണമെന്നില്ല, ഒരു കളറായാലും കുഴപ്പമില്ല, ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ എല്ലാം ചിക്കന് കുക്കായ ശേഷം മാത്രം ചെയ്തെടുക്കുക കേട്ടോ എല്ലാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര ലൂസ് വേണം അതിനനുസരിച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് പാലും കുറച്ച് വെള്ളവും. അപ്പോഴൊക്കെ നമ്മുടെ മട്ടൻ ഏകദേശം ഒന്ന് കുക്കാൻ തോന്നുന്നുണ്ട്, പക്ഷേ കുക്കാവുന്നില്ല. ലാസ്റ്റ് ഞാനത് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ ഞാൻ ഫ്രഷ് ക്രീം ഒരു 2 കപ്പോളം ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മൈദ ഇട്ട് കൊടുത്തോണ്ട് തന്നെ പെട്ടെന്ന് തിക്കായിട്ട് വരും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ബട്ടറിൽ ആദ്യം എന്താ പറയുക ചിക്കന് ഫ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് റോസ് സ്മെല്ല് മാറിക്കഴിഞ്ഞാൽ ഉള്ളി ഇട്ട് കൊടുക്കുക. റോസ് സ്മെല്ല് മാറിയ ശേഷം മാത്രം ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ മിക്സാക്കി എടുത്തിട്ട് വേണം മൈദ ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഓപ്ഷണലാണ്. എന്നിട്ട് ഇതിലേക്ക് വേവിച്ച് വെച്ച പാസ്ത ഇട്ട് കൊടുക്കുക. എന്നിട്ട് മോസറല്ല ചീസ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കേട്ടോ. നല്ല ക്രീമി ആയിട്ടുള്ള പാസ്ത റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെന്താ ഒറിഗാനോവും റെഡ് ചില്ലി ഫ്ലെക്സും എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല. ഞാൻ ഉമ്മാനോട് റൂമിൽ നിന്ന് വരുമ്പോൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിന്. ഉമ്മയും ബ്രദറും വരുമ്പം അങ്ങനെ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിന്. ഒരു വരുമ്പോൾ എടുക്കും. ഞാനിതിൽ ഇട്ട് കൊടുക്കുന്ന കാണിക്കുന്നില്ല. ലാസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്, ഒരു വന്നേരം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സാക്കി എടുക്കുമ്പോഴേ ലാസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒറിഗാനും റെഡ് ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുക്കണം. എന്നാൽ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത റെഡിയാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയ. ക്യാപ്സിക്കം കുറച്ച് കുറഞ്ഞെന്ന് തോന്നിയാൽ ഞാൻ ബാക്കിയുള്ള ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് അവിടെ ബാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യൂല. അപ്പോൾ നല്ല ടേസ്റ്റിയല്ലേ ക്യാപ്സിക്കെല്ലാം കഴിക്കാൻ വേണ്ടിക്ക്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് മൊത്തത്തിൽ കട്ടാക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മോസറല്ല ചീസും അതുപോലെ തന്നെ ക്രീമെല്ലാം ഉണ്ടെങ്കിൽ എന്തായാലും ഇട്ട് കൊടുക്കുക. പിന്നെ ക്രീമും ചീസും മാത്രം ഇട്ട് കൊടുത്തിട്ടും ചെയ്തെടുക്കുക. നമുക്ക് പാലിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ കുറച്ച് ക്വാണ്ടിറ്റി അധികം ഉണ്ടാക്കുമ്പോൾ പാലും കൂടി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് അധികമായിട്ട് എന്താ പറയുക നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ ഒന്ന് സെർവ് ചെയ്തിട്ടും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല സ്മെല്ലും അടിപൊളി ടേസ്റ്റുമാണ്. ഞാൻ പല ടൈപ്പ് പാസ്തേൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കാട്ടോ. എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ്. എന്നാലും മറന്നവരെല്ലാം ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കട്ടോ. ഇനിയിപ്പോൾ ഞാനില്ലേ ചിക്കന് ഫ്രൈ ആക്കാൻ എടുക്കലാണ്. നമ്മളില്ലേ പ്രാവശ്യം മെയിലാഞ്ചിയെല്ലാം വാങ്ങിയിട്ടുണ്ട്. പക്ഷെ മെയിലാഞ്ചി ഇടാനും തോന്നിയിട്ടില്ല, എന്തോ മടി പിടിച്ചിട്ട് അങ്ങനെ ഇട്ടിട്ടില്ല. ഞാൻ ഇട്ടിട്ടില്ല.
മക്കളും ഒരു കയ്യിൽ അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ഒഴിവാക്കിയാണ് ചെയ്തിട്ടുണ്ടായിന്. എന്തോ ഇപ്രാവശ്യം ഇടാൻ തോന്നിയിട്ടില്ല അങ്ങനെ. ഇനിയിപ്പോൾ ഇതാ എന്താ പറയുക, ഞാനില്ലേ ചിക്കന് ഫ്രൈ ആക്കി, ചിക്കനെല്ലാം എല്ലാവർക്കും ഫ്രൈ ആക്കാൻ അറിയുന്നത് തന്നെയല്ലേ. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും, കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല. വെളുത്തുള്ളി തോലോടുകൂടി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചിക്കന് ഫ്രൈ ആക്കുമ്പോൾ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ക്രിസ്പി ആയിട്ട് കിട്ടും ചിക്കന്. ഇനിയിപ്പോൾ ഇതാ ബ്രദറും ഉമ്മയും എല്ലാം വന്നിട്ടുണ്ട്. പെരുന്നാൾ പൈസ എല്ലാം കൊടുത്ത് ഓരെല്ലാം ഫോട്ടോ എടുക്കലാണ്. ഞാനപ്പോഴേക്കും ദമ്മിടുന്ന ടൈമിലാണ് കേട്ടോ. ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ എന്താ പറയുക, റൈസ് ഞാൻ ഉണ്ടാക്കുന്നൊന്നും കാണിച്ചിട്ടില്ല, എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ ആദ്യം കുറച്ച് ഉള്ളി ഫ്രൈ ആക്കി എടുക്കുക ഗീയിൽ, എന്നിട്ട് ചെയ്തെടുക്കുക. ഒരുപാട് പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ട്, ഒരുപാട് ബിരിയാണി റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡ്രസ്സില്ല, ഞാൻ ട്രെൻഡ്യോളിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അടിപൊളിയാണ്, നല്ല ക്വാളിറ്റിയില്ല അടിപൊളി ഡ്രസ്സാണ്. അതുപോലെ തന്നെ ഞാൻ ഈ പാത്രത്തിൻ്റെ ലിങ്കും കൊടുക്കാം. എന്തായാലും നിങ്ങൾ വാങ്ങിക്കോ. ഞാൻ 4 വർഷമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പം ഞാൻ വീണ്ടും ഒരു കുഴപ്പവും വന്നിട്ടില്ല. ഇപ്പം എൻ്റെ വീട്ടിൽ ആ പാത്രം ഉണ്ട്, പക്ഷെ ഞാൻ വീണ്ടും ഇത് വാങ്ങാൻ കാരണം അത്ര എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ പുതിയ പാത്രമെല്ലാം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇങ്ങനത്തെ പാത്രമെല്ലാം വാങ്ങിക്കോട്ടെ. ഒരിക്കലും എന്താ പറയുക, എത്രയോ വർഷം നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. 10 വർഷമല്ല, ഞാനിപ്പോൾ 4 വർഷമായില്ലേ, ഒരു കല പോലും ഒരു സ്ക്രാച്ച് പോലും ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം എത്രയോ വർഷം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ ലിങ്ക് എന്തായാലും കൊടുക്കാം. പിന്നെ ഇർഫാന എന്ന് പറഞ്ഞ ഓഫർ കോഡും മറക്കണ്ട. എന്താ പറയുക, ട്രെൻഡ്യോൾ എല്ലാ ഗൾഫ് കൺട്രീസിലും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് നാട്ടിലെങ്ങനെ കിട്ടാമെന്ന് ചോദിക്കുന്നവരുണ്ട്. നാട്ടിൽ എന്താ പറയുക, ഞാൻ കുറേ ആളെന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അതിന് നാട്ടിലേക്ക് എത്തിക്കുമെന്നെല്ലാം ചോദിച്ചിട്ട്. പക്ഷേ നമ്മൾ നാട്ടിലേക്ക് എത്തിക്കുമ്പം ഓൾറെഡി ഇവിടെ അത്യാവശ്യം പ്രൈസ് ഉണ്ട്. ഈ ഒരു പാത്രത്തിനെല്ലാം നല്ല റേറ്റ് ഉണ്ട്. ഞാൻ ഓഫർ ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടില്ലേ, നമുക്കിപ്പോൾ ഒരു 450 ദിർഹംസിൻ്റെ എല്ലാം പാത്രം ഒരു 200 ദിർഹംസിന് പകുതി വിലയിലെല്ലാം ഒന്ന് ട്രെൻഡ്യോൾ അവൈലബിൾ ആയിട്ടുണ്ടാവും. ഇപ്പോൾ 250 ദിർഹംസ് എന്ന് പറയുമ്പോൾ നാട്ടിലെ പ്രൈസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതും പിന്നെന്താ, ഇതിപ്പം ഇതിന് 280 അല്ല, ഇതിന് 480 എങ്ങാനും ഉണ്ട്. ഞാൻ അന്ന് കാണിച്ചിട്ടില്ലേ, കുറച്ച് പാത്രം കാണിച്ചിട്ടില്ല, അതിൻ്റെ കാര്യമെന്നാണ് പറയുന്നത്. അപ്പോൾ അതും പിന്നെ ടാക്സും കൊറിയർ ചാർജും കാര്യങ്ങളെല്ലാം ആകുമ്പം നല്ല പൈസയാവും. അപ്പോൾ അതിലും നല്ലത് ആക്കാണ്ടിരിക്കലല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്ത് തരാണ്ടെന്ന കുറേ ആൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ആക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അയച്ചു തരാണ്ടെന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗൾഫിലെല്ലാം വരുന്നവരെല്ലാം ആണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ബ്രദറോ ഹസ്ബൻഡോ ആരെങ്കിലും ഗൾഫിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്തിട്ട് അവർ വരുമ്പോൾ അങ്ങനെ അവരോട് പാർസലാക്കാനല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഒരുപാട് പാത്രം അങ്ങനെ ഒരുമിച്ച് തന്നെ അയക്കുമ്പോൾ ടാക്സും കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് എനിക്ക് ചെയ്തു തരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റാത്തതുകൊണ്ടാണ്, സോറി. കുറേ ആൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് അതിന് പാത്രം വേണമെന്ന് വെച്ചിട്ട്. പിന്നെ കുറേ ആൾക്കാർ പ്രൈസ് അറിയാണ്ട് അങ്ങനെ മെസ്സേജ് അയച്ചവരുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു നാട്ടിലത്തെ ഒരു 10,000 രൂപ തന്നെ പാത്രത്തിലാകുന്നുണ്ട്. പകുതി വില എന്ന് പറഞ്ഞാൽ ഈ ഒരു പാത്രത്തിനല്ലേ 20,000 അങ്ങനെയെല്ലാം വരും ശരിക്കുള്ള റേറ്റ്. പക്ഷേ പകുതി വില എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ പിന്നെന്താ, ഞാനെല്ലാം വാങ്ങുന്ന സമയമില്ലേ 4 വർഷം മുന്നേ എല്ലാം ഈ പാത്രത്തിനെല്ലാം നല്ല വില ഉണ്ടായിട്ടുണ്ടായിരുന്നു. 700 ദിർഹംസ്, 650, 500 ദിർഹംസ് എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ട്രെൻഡ്യോളിൽ ഇപ്പം വാങ്ങുന്നവർ ഭാഗ്യവാന്മാരെന്ന് ഞാൻ പറയും. പക്ഷേ ട്രെൻഡ്യോളിലെ പകുതി വിലയിലല്ലാന്നുണ്ടെങ്കിലും 90% ഓഫറെല്ലാം ഒന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഭയങ്കര ലാഭമല്ലേ. ചില ടൈമെല്ലാം നല്ല ലാഭമായിട്ട് എനിക്ക് ഫീൽ ചെയ്യലുണ്ട്, കാരണം അത്രയും ക്വാളിറ്റിയുള്ള പാത്രങ്ങളാണ്. അങ്ങനെ പിന്നെ പാത്രങ്ങളെ കാര്യം പറഞ്ഞിട്ട് ഞാൻ കുറേ സംസാരിച്ചു, സോറി. ഒന്ന് ക്ലിയർ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാര്യം കുറേ ആൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അതിന് എത്തിച്ചേരുമോ എന്ന് വെച്ചിട്ട്. പക്ഷേ ടാക്സും കാര്യങ്ങളെല്ലാം ആകുമ്പോൾ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും ഞാൻ എത്തിക്കുമ്പം. അങ്ങനെ പിന്നെന്താ, പിന്നെ എന്നെ ഒരാൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അതിന് 250 രൂപക്കെല്ലാം പാത്രം കിട്ടിയെന്ന് പറയട്ടെ. 250 രൂപ അല്ല കേട്ടോ, 250 ദിർഹംസാണ്. അങ്ങനെ മാറിപ്പോയതായിരിക്കും, നാട്ടിലത്തെ പൈസ അല്ല. അങ്ങനെ പിന്നെന്താ, ഞാനില്ലേ പാസ്റ്റിയും കാര്യങ്ങളെല്ലാം ഉമ്മാക്കും ബ്രദറിനെല്ലാം അങ്ങനെ വിളമ്പി കൊടുത്ത് ബിരിയാണി ദമ്മും കാര്യങ്ങളെല്ലാം ചെയ്ത് പിന്നെ ഇവിടെ ആകുമ്പോൾ ചെറിയ ഏരിയ ആകുമ്പോൾ പെട്ടെന്ന് ക്ലീനായി കിട്ടുമല്ലോ. അങ്ങനെ പിന്നെന്താ, ഇനിയിപ്പോൾ ഇതാ നമ്മൾ 3 ആളും കൂടിയിട്ട് അങ്ങനെ റെഡിയാലാണ്. 3 ആളും അധികവും നമ്മൾ ഒരുപോലത്തെ ഡ്രസ്സ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. ചെറുതിൽ അങ്ങനെ തന്നെ ഓർക്ക് എൻ്റെ എന്താ പറയുക, എൻ്റെ പോലത്തെ ഡ്രസ്സെല്ലാം ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കലുണ്ട്.
ഇപ്പോൾ കുറേ ആയി ഞാൻ അങ്ങനെ ഇടാത്ത. ഈ പ്രാവശ്യം എന്തായാലും 3 ഒരുപോലെ ഇടാമെന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കലാന്ന്. നമ്മളില്ലേ ഉമ്മ മക്കൾ അങ്ങനത്തെ ഒരു രീതിയല്ല കേട്ടോ. നമ്മൾ ഫ്രണ്ട്സിനെ പോലെയാണ്, എല്ലാ കാര്യങ്ങളും ഷെയർ ആക്കും. ഒരു ഫ്രണ്ട്സ് എന്തെല്ലാം ഷെയർ ആക്കുമോ ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഷെയർ ആക്കും. കാര്യം എനിക്കില്ലേ എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞാട് കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിന്. അന്നേരം തന്നെ എനിക്ക് കുട്ടികളും ഉണ്ടായിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെയില്ലേ എൻ്റെ ഒരു ചെറിയ പ്രായത്തിലാണ് എനിക്ക് അവരെ കിട്ടിയത്. പിന്നെ ഞാൻ വളരുന്നവരും അവരും വളരാൻ തുടങ്ങി. ഇപ്പം അൽഹംദുലില്ലാ എന്നെപ്പോലെ തന്നെ എൻ്റെ അതേ ഹൈറ്റും കാര്യങ്ങളെല്ലാം ആയിട്ട് മാറി. അപ്പം നല്ല ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ആക്കും, അങ്ങനെ അടികൂടും എല്ലാം. ഇപ്പം എന്തോ പറഞ്ഞിട്ട് തന്നെ അടിച്ചതാണ്. പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ കണ്ണട നോക്കുമ്പം വെറുതെ പറയും ഞാനാണ് കൂട്ടത്തിൽ സുന്ദരി, ഞാനാ കൂട്ടത്തിൽ സുന്ദരി എന്നെല്ലാം പറഞ്ഞിട്ട് വെറുതെ അങ്ങനെ അടിയാക്കും. നല്ല രസമൊന്നും ഓരോടെ ചിലവഴിക്കാൻ വേണ്ടിക്ക്. പിന്നെന്താ, ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഫോട്ടോയും കാര്യങ്ങളെല്ലാം എടുക്കലാണ്. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കണം, ഒന്ന് പുറത്തെല്ലാം പോകണം. ഇപ്രാവശ്യമില്ലേ നമ്മൾ ഒരു ബീച്ചിലെല്ലാം പോകാമെന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ പ്ലാനെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഉമ്മയും കൂടി വന്നേരം ഉമ്മയായിട്ട് ഒരു ഫോട്ടോ എല്ലാം എടുക്കലാണ്. ഇതാ ഉമ്മയായിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത്, ബ്രദറായിട്ട് ഫോട്ടോസ് എടുത്ത്, മക്കളെല്ലാം ആയിട്ട് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്ത്. പിന്നെ എന്താ പറയുക, നമ്മൾ റൂമിൽ നിന്ന് ഫുഡും കാര്യങ്ങളും എല്ലാം കഴിച്ച് എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് അൽഹംദുലില്ലാ. എനിക്ക് ഭയങ്കര നിർബന്ധമൊന്നു മാഷാ അല്ലാ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കണമെന്ന്. എനിക്കില്ലാത്തതിൻ്റെ ഒരു കുറവ് നല്ലോണം ഉണ്ടായിട്ടുണ്ടായിന് കേട്ടോ. ആ കാര്യം ഇക്കാക്കും ഭയങ്കര നിർബന്ധമൊന്നും വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കൽ. എൻ്റെ അതിനെ കൊണ്ടുള്ള ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ആ ഒരു സങ്കടം എന്തായാലും ഉണ്ടായിട്ടുണ്ടായിന്. ഇനിയിപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ടൊന്ന് പുറത്തെല്ലാം പോകാമെന്ന്, എന്താ പറയുക, പുറത്തെല്ലാം പോക്കാന്ന്. പിന്നെ ഈ ഒരു പുഡിങ്ങില്ലേ നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക. പിന്നെ എന്താ പറയുക, എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിലേ എന്തായാലും ലൈക്കും കമൻറ്റെല്ലാം ചെയ്യണം കേട്ടോ. ഇപ്പില്ലേ ഞാൻ വോയിസ് ഓവർ കൊടുക്കും, എൻ്റെ സൗണ്ടിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. കാര്യമില്ലേ, ഞാൻ ഒരു സമയം രാത്രി കൊടുക്കും, പിന്നെ ചില സമയം ഞാൻ രാവിലെ ഉറങ്ങിണിച്ചിട്ടില്ലായിരിക്കും വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാറ്റം എന്തായാലും ഉണ്ടാകും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മളെല്ലാവരും കൂടിയിട്ടൊന്ന് പുറത്ത് പോക്കാന്ന്. എന്താ പറയുക, ഒന്ന് എന്താ പറയുക, ഫ്രണ്ട്സ് ഫാമിലി എല്ലാം ഇവിടെയുള്ള ആൾക്കാരങ്ങനെ മീറ്റ് ചെയ്യും. പിന്നെ എവിടെയെങ്കിലും അങ്ങനെ പോകാമെന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ പോക്കാണ്. പിന്നെ കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ടായിനി പഴയ വീഡിയോസൊന്നും ഇടല്ല, പുതിയ വീഡിയോസ് തന്നെ ഇടുക എന്നെല്ലാം പറഞ്ഞിട്ട്. ഞാൻ കുറച്ച് തിരക്കായി പോയണ്ടാന്ന് കേട്ടോ. പിന്നെ നാട്ടിലത്തെ വർക്കിംഗ് കിച്ചൺ എന്തായി എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിനി. അത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഞാൻ വീഡിയോ എല്ലാം ഷെയർ ആക്കാം കേട്ടോ. അത് ഫുള്ളായിട്ട് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ഞാൻ വീഡിയോ എന്തായാലും ഷെയർ ആക്കുക. കാര്യം വീടെടുക്കുന്ന ആളാണ്. ഇർഫാനാൻ്റെ കിച്ചൺ കണ്ടിട്ട് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടുമല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ തന്നെ മെസ്സേജ് എല്ലാം ചെയ്തവരുണ്ട്. ഞാൻ റീപ്ലൈ തന്നിട്ടില്ല, സോറി, കുറച്ച് തിരക്കായി പോയതാണ്. ഇൻഷാ അല്ലാ ഞാൻ എന്തായാലും വീഡിയോ ഷെയർ ആക്കും. പിന്നെന്താ, ഇനിയിപ്പോൾ ഇതാ ഇവിടുന്ന് കുറച്ച് സമയം എന്താ പറയുക, ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് അങ്ങനെ റൂമിലേക്ക് പോകും. ഞാനില്ലേ പൊതുവേ ഫോട്ടോസ് എടുക്കൽ കുറവാണ്. ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നതുകൊണ്ട് അതിങ്ങനെ ഉണ്ടാവും. ഫോട്ടോ എടുക്കൽ ഭയങ്കര കുറവാണ്. എന്താണെന്നറിയില്ല, ഇക്കും അങ്ങനെ തന്നെയാണ്, ഫോട്ടോസ് എടുക്കൽ കുറവ് തന്നെയാണ് അങ്ങനെ. പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്കത് എന്താ പറയുക, കുറേ കാലം കഴിഞ്ഞാൽ കാണാലോ എന്നെല്ലാം വിചാരിക്കും. അപ്പം ഇതിൻ്റെ വിശേഷങ്ങൾ അത്രയെല്ലാം തന്നെയാണ് കേട്ടോ. അന്നത്തെ ദിവസം നമ്മൾ വേഗം റൂമിലേക്ക് പോയിട്ടുണ്ടായിനി. കാര്യമായിട്ട് പിന്നെ കുറേ ടൈമൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഇതാ പിറ്റേ ദിവസത്തിലെ നമ്മൾ ഒന്ന് പുറത്തേക്ക് പോകലാന്ന്, ഒരു അറബിക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബ്രദറിൻ്റെ കൂടെ പോയതാണ് കേട്ടോ. ഇവിടെ ഇല്ലേ അറബ്സിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കിട്ടും. ഇപ്പം നമ്മൾ ഓരോരോ കാര്യങ്ങൾ അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ ഓർഡർ ചെയ്യലാണ്. പിന്നെന്താ, ഇവിടെ ഇല്ലേ കാര്യമായിട്ട് പുറമേലാരും കണ്ടിട്ടില്ല, അറബ്സ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. പക്ഷേ എന്താ പറയുക, നമുക്ക് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഐറ്റംസ് എല്ലാം ട്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ഥലം തന്നെയാണ്, അടിപൊളി ഫുഡെല്ലാം തന്നെയാണ്. ഇൻഷാ അല്ലാ ഞാൻ വേണമെന്നുണ്ടെങ്കിലേ താലിൽ ലൊക്കേഷൻ കൊടുക്കാം കേട്ടോ. എന്നോട് അധികം ചോദിക്കലുണ്ട് ലൊക്കേഷൻ എവിടെയാണെന്നല്ല, ഞാൻ കൊടുക്കാം കേട്ടോ, പറ്റുകയെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഷെയർ ആക്കിയിട്ട് കഴിക്കലാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിന്, എല്ലാ ഐറ്റംസും ഉണ്ട്. അവരെ സ്പെഷ്യലായിട്ട് അവർ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്താണോ കഴിക്കുന്നത് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് എല്ലാം ഒന്ന്. പിന്നെന്താ, അങ്ങനെ നമ്മൾ ഫുഡെല്ലാം മാഷാ അല്ലാ അൽഹംദുലില്ലാ ഫുഡെല്ലാം എൻജോയ് ചെയ്ത് കഴിച്ച് ഇതെല്ലാം തന്നെയാണ് കേട്ടോ നമ്മൾ ഈദിൻ്റെ വിശേഷങ്ങൾ.
പിന്നെ നിങ്ങളെ വിശേഷങ്ങളും കാര്യങ്ങളും തലേ ഷെയർ ആക്കുക. അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല കമൻസ് കണ്ടിട്ടുണ്ടായിനി. എല്ലാ കമൻസും വായിക്കലുണ്ട് കേട്ടോ. റിപ്ലൈ തരാൻ ഞാൻ എപ്പോഴും പറയുന്ന കാരണം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ആയിട്ട് ഇടാം കേട്ടോ. പിന്നെ നിങ്ങളെ ഫാമിലീസിനും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ആക്കുക. പിന്നെന്താ, അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ബൈ.